അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. എന്നോട് പങ്കുവച്ച ഒരു ജീവിതാനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അവരുടെ അനുമതിയോടുകൂടി ഞാൻ പങ്കുവെക്കുന്നത്. ഒരു യുവതി തൻ്റെ ജീവിതാനുഭവം എന്നോട് പങ്കുവച്ചു. ആ യുവതി പറയുന്നത് ഇവരുടെ ഭർത്താവ് ഇവരെ തലാക്ക് ചൊല്ലി. മഹല്ല് കമ്മിറ്റിക്ക് ലെറ്റർ അയച്ചു. അങ്ങനെ ഇവർ ചർച്ചയായപ്പോൾ ഭർത്താവ് ഒരു തീരുമാനം എടുത്തു, ഞാൻ അവരെ തിരിച്ചെടുക്കാം. അങ്ങനെ ഈ വിഷയം പള്ളി കമ്മിറ്റിയിൽ എത്തിയിട്ട് പള്ളി കമ്മിറ്റിയിലെ ആളുകളും ഉസ്താദുമാരും കൂടി ഇവരുടെ വീട്ടിൽ വന്നപ്പോൾ യുവതി പറഞ്ഞു, അങ്ങനെ എന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവ് എന്നെ 3 തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട്. 3 തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതോടുകൂടി പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞു, 3 തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾ നിങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങൾ തമ്മിൽ സെക്സ് നടന്ന് അയാൾ ഡിവോഴ്സ് ചെയ്ത് അതിൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ട് മാത്രമേ ഇയാളെ കല്യാണം കഴിക്കുള്ളൂ. അത് ഈ പെൺകുട്ടിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റൂല. കാരണം ഭർത്താവ് തൊലാക്ക് ചൊല്ലിയിട്ട് ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ട് തൊലാക്ക് ചൊല്ലിയിട്ട് അവരെ വീണ്ടും തിരിച്ചെടുക്കാൻ ഞാൻ ഈ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കണോ? ഇതാണ് ഈ പെണ്ണിൻ്റെ ചോദ്യം. മഹല്ല് കമ്മിറ്റിയിൽ കൊടുത്ത ലെറ്റർ നോക്കി. മഹല്ല് കമ്മിറ്റിയിൽ കൊടുത്ത ലെറ്റർ നോക്കുമ്പോൾ ഇയാൾ 2 തൊലാക്ക് ചൊല്ലിയെന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ 2 തൊലാക്കേ ചൊല്ലിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഈ സ്ത്രീ പറഞ്ഞു, അല്ലല്ല, എന്നോട് കറക്റ്റ് ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടതാണ്. വീട്ടിൽ വഴക്കുണ്ടായപ്പോൾ ഞാൻ നിന്റെ 3 തൊലാക്കും ചൊല്ലി, ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് ഇയാൾ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ കല്യാണം കഴിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. ആദ്യമൊക്കെ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലൊക്കെ തന്നെ ഇരുന്ന്. അങ്ങനെ ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. കുട്ടികളില്ലാത്തതിനെ തുടർന്നിട്ട് ഇവർ കുറേ ചികിത്സ നടത്തിയപ്പോൾ ആദ്യമൊക്കെ കുറ്റപ്പെടുത്തിയിരുന്നത് ഈ പെണ്ണിനെയാണ്. പെണ്ണിൻ്റെ പ്രശ്നം കാരണമാണ് ഈ കുട്ടികളില്ലാത്തത് എന്നുള്ളതാണ്. കാരണം ഇയാളുടെ കുടുംബത്തിൽ എല്ലാവർക്കും മക്കളുണ്ട്. ഇവളുടെ കുടുംബത്തിലെ ഇവളുടെ താത്താക്ക് കുട്ടികളില്ല. പിന്നെ ഇവളുടെ ഉമ്മാടെ അനിയത്തിലെ പലർക്കും ഇങ്ങനെ കുട്ടികളില്ല. അപ്പൊ കുട്ടികളില്ലാത്തതിനൊക്കെ കാരണം ഇവളാണ്. ആദ്യം കുറെ നേർച്ചകൾ നേർന്നു, പല സ്ഥലത്തും തൊട്ടിൽ കെട്ടല്, അതേപോലെ കുട്ടിയുടുപ്പ് കൊടുക്കല്, ഇങ്ങനെ പലതും ചെയ്തിട്ടൊന്നും കുട്ടികളില്ല. അവസാനം ഇവര് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു പരിശോധന ഒക്കെ നടത്തിയപ്പോൾ മനസ്സിലായത് ഇയാൾക്കാണ് പ്രശ്നം. അപ്പൊ അതിന് ചികിത്സകളൊക്കെ നടത്തി അങ്ങനെ ഒരു ഗർഭിണിയൊക്കെ ആയി. അത് അബോർഷനായിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഇവർക്കിടയിൽ ഒരുപാട് മാനസിക ഐക്യമില്ലായ്മയും വീട്ടിലെ പ്രശ്നങ്ങളും കുറ്റപ്പെടുത്തലുകളും അങ്ങനെ തുടർന്നു. ഇവർക്കിടയിൽ ഒരു വിവാഹ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊന്നു മാത്രമാണ് ഈ കുട്ടികളില്ലാത്ത പ്രശ്നമുള്ളൂ. അങ്ങനെ ഇത് ഡിവോഴ്സ് ആയിട്ട് ഇത് വിഷയം എത്തിയപ്പോൾ ഇയാൾ അവകാശപ്പെട്ടത് ഞാൻ 2 തൊലാക്കേ ചൊല്ലിയിട്ടുള്ളൂ. അപ്പൊ ഇവള് ചെവി കൊണ്ട് കേട്ടിക്കണ്, കണ്ണുകൊണ്ട് കണ്ടിക്കണ്. ഇവളെ പ്രസന്റിലാണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്, 3 തൊലാക്കും ചൊല്ലി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഖാദിയുടെ മുമ്പിലേക്ക് ഈ വിഷയം എത്തി. ഖാദി പറഞ്ഞു, എഴുത്തിൽ എന്താ ഉള്ളത്? എഴുത്തിലുള്ളത് 2 തൊലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പരിഗണിക്കേണ്ടത്. ഇനി അല്ല 3 തൊലാക്ക് ചൊല്ലിക്കണമെന്നുള്ള ഈ യുവതി പറയുകയാണെങ്കിൽ സാക്ഷികൾ വേണം. ഇവളുടെ അവകാശവാദം ശരിയാണെന്ന് പറയാൻ അവർ പറയും, എൻ്റെ സാക്ഷി പടച്ച റബ്ബാണ്. പടച്ച റബ്ബിനറിയാം, അയാളുടെ മനസാക്ഷിക്കും അറിയാം. എന്തായാലും ഉസ്താദുമാർ പറഞ്ഞതൊന്നും ഈ സ്ത്രീ കേൾക്കില്ല. അവൻ്റെ 3 തൊലാക്കും ചൊല്ലിക്കണം, എനിക്ക് അയാളെ ഒഴിവാക്കാൻ പറ്റില്ല. ഇയാളുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ്, ഇവളെ ഒഴിവാക്കാൻ പറ്റൂല. കാരണം ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഒന്നിച്ചു പോയിരുന്ന ആളുകളാണ്. പക്ഷെ ഒന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവളെ ഇനി വേറൊരാൾ കല്യാണം കഴിച്ച് ആ കല്യാണം കഴിച്ച ആളുമായിട്ട് സെക്സ് ഒക്കെ നടന്ന് അയാൾ ബോധപൂർവം ഒഴിവാക്കി അതിൻ്റെ കാലയളവ് കഴിഞ്ഞിട്ട് വീണ്ടും വിവാഹം കഴിക്കുക. ഇവള് ചോദിക്കുന്നു, ഇതൊക്കെ ശരിക്കും ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഇത്രയും സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ നിയമമായിട്ട് വെക്കാം? ഇതാണ് ഇവളുടെ ചോദ്യം. ഇതല്ലാത്തൊരു പരിഹാര മാർഗം ഉണ്ടോ? അയാൾക്ക് എന്നെ വീണ്ടും കല്യാണം കഴിച്ചൂടെ? ഇവള് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊരു സ്ത്രീക്ക് പ്രശ്നമല്ലേ? ഒരു സ്ത്രീ വേറൊരാളോട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ദിവസത്തേക്ക് എങ്ങനെ കല്യാണം കഴിക്കുക? ഇത് പിന്നീട് ഉണ്ടാക്കിയതാണ്. ഇവള് സമ്മതിക്കണില്ല. അങ്ങനെ ഇവർ തമ്മിൽ അകന്ന് നിൽക്കാൻ തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു. ഇവൾക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇവളുടെ ഉള്ളിലുള്ള തോന്നൽ ഇത് പോണില്ല. ഇവൾക്ക് എന്ത് വന്നാലും ശരി, വേറൊരാൾ കല്യാണം കഴിച്ചിട്ട് തന്നെ അവരുടെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തിയിട്ട് ഒഴിവാക്കുക. അപ്പം അതിന് ഇവർ ആളിലൊക്കെ ഏർപ്പാടാക്കി, കാശൊക്കെ കൊടുക്കുക. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ട്ടാ. അത്രയും ആളുകൾ കല്യാണം കഴിക്കാൻ വേണ്ടി അതിനെന്തോ ഒരു പേരുണ്ട്, ആ ഒരു ചടങ്ങ് വെക്കുക, അങ്ങനെ എന്താണ് പേര്. നമ്മൾ ഈ മുത്തഅത്തിന്റെ വിവാഹം എന്ന് കേട്ടിട്ടുണ്ട്. നിശ്ചിത പീരീഡ് വരെ കല്യാണം കഴിക്കുക. ഇസ്ലാം വിലക്കിയൊരു സംഭവമാണ്. ആദ്യകാലത്ത് അറേബ്യൻ നാട്ടിൽ ഉണ്ടായിരുന്നു. ഇന്നും ഇറാനിലെ പല സ്ഥലങ്ങളിലും ഇത്തരം വിവാഹങ്ങളുണ്ട്. അതായത് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം കല്യാണം കഴിക്കാം. എവിടെയെങ്കിലും ജോലിക്കോ പഠിക്കാനോ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വേറെ ഒരു ഭർത്താവിൽ നിന്ന് കിട്ടാവുന്ന സ്വത്തവകാശങ്ങളോ മറ്റവകാശങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു പീരീഡിൽ ആ ഭാര്യയ്ക്ക് വേണ്ട ചെലവിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഒരു കൃത്യമായ ഒരു തുക അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. അങ്ങനെ നിശ്ചിത കാലത്തേക്ക് മാത്രമുള്ള മുത്തഅ വിവാഹങ്ങൾ, ഇതൊക്കെ ഇസ്ലാം നിരോധിച്ചൊരു കാര്യമാണ്. പക്ഷേ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞപ്പോൾ പള്ളി കമ്മിറ്റിക്കാർ പിന്നെ ഇടപെടാതായി. അങ്ങനെ ഇവൾ ഒരു കാരണവശാലും
ഇത് 3 ചൊല്ലിക്കുന്നത് ഇവള് കണ്ടിക്കണേ, ഈ 2 എഴുത്തിൽ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് സാധ്യമല്ല എന്നുള്ള രീതിയിലാണ്. ഇതിനെന്തെങ്കിലും മതവിധിയാണ് അവൾക്ക് വേണ്ടത്, അല്ല തോന്നിയ പോലെ ചെയ്യാൻ പറ്റൂല. അവൾക്ക് ഇതിന് വേണ്ടത് ഒരു മതവിധിയാണ്. ഈ പെണ്ണൊരിക്കലും വഴങ്ങാത്തത് കൊണ്ടും വീണ്ടും ഭാര്യയാവാൻ തയ്യാറാത്തതും ഇയാൾ വേറെ കല്യാണം കഴിച്ചു. അയാൾ വേറെ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല, അയാൾ നേരത്തെ തുടർന്നിരുന്ന ചികിത്സാ രീതികളൊക്കെ കണ്ടിന്യൂ ചെയ്യുകയും അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് അയാൾക്കൊരു കുഞ്ഞ് പിറക്കുകയും ചെയ്തപ്പോൾ ഇവളുടെ മാനസിക നില തെറ്റി. കാരണം ഇവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ, ഗർഭം ധരിക്കാൻ പ്രശ്നങ്ങളില്ല. ഭർത്താവിൻ്റെ പ്രശ്നമാണ്. പക്ഷെ ഭർത്താവിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ അയാൾ കല്യാണം കഴിച്ചിട്ട് അതിൽ കുഞ്ഞുണ്ടായെന്ന് കണ്ടപ്പോൾ ഇനി ഒരിക്കലും ആ ഭർത്താവ് തന്നെ സ്വീകരിക്കില്ല. ഇനി അങ്ങനെ ഇവളാകെ മാനസിക നില തെറ്റി. ഇവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മതപരമായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഇതില്ലായിരുന്നെങ്കിൽ എനിക്ക് അയാളെ കല്യാണം കഴിക്കാം. ഇനിയിപ്പോൾ ചികിത്സകളൊക്കെ നടത്തിയപ്പോൾ ഇവർ കൃത്യമായുള്ള കൗൺസിലിങ്ങിനൊക്കെ പോയപ്പോൾ പറഞ്ഞു, നമ്മുടെ ലൈഫിലൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ എന്നുള്ളതുണ്ട്. എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ചില പ്രശ്നങ്ങളുടെ നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, എനിക്ക് സൊല്യൂഷൻ വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടുള്ള വഴി കൂടെ തന്നെ പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു തലാഖ് ചൊല്ലിയൊരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ മതത്തിലുള്ള ആളുകൾ തന്നെ ഒരു ഫത്വ നൽകുകയാണ് നിങ്ങൾക്ക്, അത് 2 തലാഖേ പോയിട്ടുള്ളൂ, നിങ്ങൾ 3 തലാഖ് നിങ്ങൾ കയറിയില്ല, മറ്റാളത് ഇല്ലാന്നാ പറയണേ. ഭർത്താവ് പറഞ്ഞു ഞാൻ അങ്ങനെ ചൊല്ലിയിട്ടില്ല. അപ്പോൾ അവിടെ നിയമം എന്താണ്? പടച്ച റബ്ബ് തന്നെ കൊടുത്തൊരു നിയമമാണ്, ആ വിവാഹമോചനം 2 ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവരെ വീണ്ടും വിവാഹം കഴിക്കാൻ പറ്റാത്തത്? പണ്ട് കാലത്ത് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഫാറത്തിന്റെ ഭാഗമായിട്ട് അടിമകളെ മോചിപ്പിക്കലൊക്കെ ഉണ്ട്, അടിമകളെ മോചിപ്പിക്കൽ. പക്ഷെ ഇന്ന് അടിമകളില്ലല്ലോ. അപ്പോൾ ഇന്ന് അടിമകൾ വേണമെന്നാണോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്? അടിമ സമ്പ്രദായങ്ങളൊക്കെ രാജ്യത്ത് വളരെ നിയമവിരുദ്ധവും അപരിഷ്കൃതവുമാണ് എന്നുള്ളത് ആർക്കാ മനസ്സിലാവാത്തത്? അപ്പോൾ ആദ്യ കാലത്തൊക്കെ എഴുതി വെച്ച രീതികളൊക്കെ പിന്നീട് പുനഃപരിശോധന നടത്തുകയും അതൊക്കെ പരിഷ്കരിക്കപ്പെടുകയും ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരമൊരു രീതി കൊണ്ടുവന്നത് തന്നെ ഇങ്ങനെ 3 തലാഖ് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെല്ലണമെന്നുണ്ടെങ്കിൽ 1 2 ചെല്ലിയാൽ മതി, 3 ചെല്ലിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പഠിപ്പിച്ചതാണ്, അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അലം, അതൊക്കെ പണ്ഡിതന്മാർ തീർക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു നിയമം ആനുകൂല്യം എടുക്കാനല്ലേ? നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല, ഇങ്ങനെ കല്യാണം കഴിച്ചാൽ ഈ ചടങ്ങ് വെക്കണം, ചടങ്ങ് വെക്കുന്നതിന് ഇവൾക്ക് ഒരു നിലക്കും ഇവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവസാനം മാസങ്ങളോളം ചികിത്സകൾ തുടർന്നു, തെറാപ്പികൾ തുടർന്നു. ഇവളുടെ മനസ്സിന് കൃത്യമായുള്ള അവബോധങ്ങൾ കിട്ടി. ആ ഭർത്താവാണെങ്കിൽ അവരെ സ്നേഹിക്കാനും സ്വീകരിക്കാനും ഒക്കെ തയ്യാറാണ്. പക്ഷേ അവരാണ് തയ്യാറാണ്. കാരണം ആ ഭർത്താവ് എന്ത് ചെയ്യലുണ്ട്? തൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്താലും ആ ഉമ്മയെ കാണാൻ പോക്കുണ്ട്, ഉപ്പയെ കാണാൻ പോക്കുണ്ട്, എല്ലാ ബന്ധങ്ങളും അയാൾ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എന്ത് ചെയ്ത് ഇവള് മനസ്സൊക്കെ പാകപ്പെട്ടു. കാരണം നമ്മൾ ചില നിയമങ്ങൾ പറയുന്നത് ചില തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചില ഉപാധികൾ വെക്കും. നമ്മൾ ആ ഉപാധികളെ മാത്രം നോക്കിയിട്ട് മതത്തിനെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യും. അള്ളാഹുവിൻ്റെ മതം വളരെ എളുപ്പമുള്ള മതമാണ്. വലാ ഉസ്റു എന്ന് അള്ളാഹ് പ്രത്യേകം പറഞ്ഞു. അള്ളാഹുവിനറിയാം ഞാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല, ഇതൊരു കാലത്ത് ബുദ്ധിമുട്ടുള്ള ഫത്വ കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇന്നദ്ദീന യുസ്റെന്ന് മാത്രം അള്ളാഹു പറഞ്ഞു നിർത്താതെ വലാ ഉസ്റുൻ, അള്ളാഹു ഇത് എളുപ്പമുള്ളതാക്കി കൊടുത്തു. എന്നാലും വൈകിട്ടാണെങ്കിലും ആ സ്ത്രീ മെന്റലി പ്രിപ്പയർഡായി ഇന്ന് ആ 2 ഭാര്യമാരും ഒരു വീട്ടിൽ സന്തോഷമായിട്ട് കഴിയാം. ഏറ്റവും കൂടുതൽ ഖാദിമാരടുത്തും ഉസ്താദുമാരടുത്തൊക്കെ വരുന്നൊരു വിഷയം ഈ ത്വലാഖിന്റെ വിഷയങ്ങളാണ്. ദേഷ്യം പിടിച്ച് ത്വലാഖ് ചൊല്ലി, അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു, അങ്ങനെ നോക്കുമ്പോൾ പെർട്ടിക്കുലർ ആ വ്യക്തികളെ കൃത്യമായിട്ട് പഠിച്ച് നിരീക്ഷിച്ച് അവർക്ക് ഇസ്ലാമിക നിയമങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അത് കൊടുക്കാനാണ് മിക്ക പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ചില ആളുകൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിയമങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കും. ഞാനൊരു സംഭവം പറയാം. ഹബീബായ നബിയുടെ കാലത്ത് ഒരു യാത്ര പോവാൻ, ഒരു സംഘം യാത്ര പോവാൻ. ആ സംഘം യാത്ര പോകുന്ന സമയത്ത് അവർക്ക് അതിലെ ഒരാൾക്കതിൽ ഭയങ്കര പനി വന്ന സമയത്ത് എന്തോ ആ രാത്രിയിൽ അയാൾക്ക് നിർബന്ധമായ കുളിയും ഉണ്ടായി, സാഹചര്യം ഉണ്ടായി. അങ്ങനെ അയാൾക്ക് കുളിക്കണം. അയാൾക്കാണെങ്കിൽ പൊള്ളുന്ന പനിയാണ്, ആകെ തണുപ്പ് നിറഞ്ഞൊരു സമയമാണ്. എല്ലാവരും പറഞ്ഞു നീ കുളിച്ചിട്ടേ നിസ്കരിക്കാവെന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കുളിപ്പിച്ചു. ആ തണുത്ത് വിറക്കുന്ന സമയത്ത് കുളിച്ചിട്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു. അങ്ങനെ യാത്രാ സംഘം ലക്ഷ്യം പൂർത്തീകരിച്ച് നാട്ടിൽ വന്നിട്ട് ഹബീബായ നബിയോട് വന്ന് ഇങ്ങനെ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ ഹബീബായ നബി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ അവരെ കൊന്നു കളഞ്ഞു എന്നുള്ളത് നബി 3 തവണ ആവർത്തിച്ചു. അതായത് നിയമങ്ങളിൽ നമുക്ക് ഇളവുകളാണ് നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അതൊരിക്കലും മതത്തിന് എന്താക്കാനുള്ളതല്ല, മോശമാക്കാനുള്ളതല്ല. ആ ഇളവുകൾ സ്വീകരിക്കാതിരുന്നതാണ് ഈ ഒരു യുവതിയുടെ ആയിഷ എന്ന് പേരുള്ള ഈ യുവതിക്ക് പറ്റിയ ലൈഫിൽ അബദ്ധം. ഇന്ന് ആ അബദ്ധങ്ങളൊക്കെ തിരുത്തി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ഈ മാസം ഷാബാൻ മാസമാണ്, എന്നാണ് ബറാഅത്ത് രാവ്? ഫെബ്രുവരി ഏത് മാസത്തിലാണ്
ഫെബ്രുവരി ഏത് ദിവസത്തിലാണ് ബറാഅത്ത് രാവ് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 5 ആണെങ്കിൽ ഫെബ്രുവരി 5 ഇന്ന ദിവസം. അപ്പോൾ ബറാഅത്ത് രാവ് ഫെബ്രുവരി ഇന്ന ഡേറ്റ് ഇന്ന ദിവസമാണ് എന്നുള്ള അതാണ് ചോദ്യം. ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.